ജോയ്സ് ചേച്ചിയുടെ ഭർത്താവ് ജെയ്സൺ ചേട്ടൻ ഇപ്പോൾ നമ്മളോടൊപ്പം വരികയാണ്. ചേട്ടാ, മരണം എപ്പോഴും ഒരു ദുഃഖത്തിൻ്റെ ഒരു അവസ്ഥയാണ്. നമ്മളിൽ നിന്ന് ഒരു വ്യക്തി വേർഞ്ഞിരിഞ്ഞ് പോകുക എന്നുള്ളത്. ഇപ്പോൾ ഞങ്ങൾ ഈ രാവിലെ ഇവിടെ ഒരു ഭവനത്തിലേക്ക് ഞങ്ങൾ വരുമ്പോൾ മുതൽ കരച്ചിലുകളില്ല, പക്ഷെ പ്രാർത്ഥനകൾ ഒരുപാട് ഉയരുന്നു. മക്കളായ പോലും ജപമാല കൈയിലേന്തി ജപമാല ചൊല്ലുന്നൊരു വലിയൊരു എന്താ പറയുക, ഒരു പ്രത്യാശയുടെ കാഴ്ചയാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു കുടുംബം മുഴുവൻ ഇങ്ങനെ ഒരു ഇതിലേക്ക് ആവാൻ സാധിക്കുന്നത്? നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ ഈശോയോട് കൂടെ നമ്മൾ ജീവിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് നാളുകളായിട്ട് വിശുദ്ധ ബലി മുടങ്ങാറില്ല. അപ്പോൾ കർത്താവിനോട് കൂടെ സഞ്ചരിക്കുമ്പോൾ കർത്താവ് വഴി നടത്തും. ഇപ്പോൾ ജോയ്സിക്ക് ഈ അസുഖം വന്നിട്ട് ഇപ്പോൾ ഒരു 4 വർഷമായി. എങ്കിലും അതിന് എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടെങ്കിലും നേരിടാൻ എനിക്കും ജോയ്സിക്കും ഒരുപോലെ ദൈവം ശക്തി തന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയത്. അപ്പോൾ അവൾ സഹകരണത്തിൻ്റെ സഹിക്കുന്നതിൻ്റെ മാക്സിമം എത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇതിലൂടെ നേരത്തെ അവൾ പോകേണ്ടതാണ്, പക്ഷേ എങ്കിലും കർത്താവിനോട് പ്രാർത്ഥിച്ച് കുറച്ച് ദിവസം കൂടി കൂടുതൽ നിർത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് നിർത്താൻ പറ്റില്ല, കാരണം അവസാന വാക്ക് ദൈവം നീതിമാനാണ്. നീതി ആ സമയത്ത് കർത്താവ് വിളിച്ചു കഴിഞ്ഞാൽ പോയിരിക്കും, അതിപ്പോൾ ആരായാലും പോകണം. അപ്പോൾ അങ്ങനെ ഈശോ ഈ സമയത്ത് ജോയ്സിനെ വിളിച്ചു, ജോയ്സ് പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈശോയുടെ അടുത്തേക്ക് തന്നെ അവൾ പോയിരിക്കണേ. കാരണം വെച്ചാൽ പലപ്പോഴും ഒരു സമയത്ത് ആളൊരു ദർശനം പോലെ കണ്ടായിരുന്നു. ആ സമയത്ത് ആൾക്ക് എന്താ പറയുക, ശുദ്ധീകരണ സ്ഥലം കാണിച്ചു. അങ്ങനെ അപ്പോൾ വേദന വന്നപ്പോൾ പറഞ്ഞു എനിക്ക് ഭയങ്കര വേദനയാണ്. അപ്പോൾ ഈശോ അന്ന് സ്വപ്നത്തിൽ ശുദ്ധീകരണ സ്ഥലം ബുദ്ധിമുട്ട് കാണിച്ചപ്പോൾ അവൾ പേടിച്ചു പോയി. അതായത് ഈശോനെ കാണാൻ പറ്റില്ല, ശുദ്ധീകരണ സ്ഥലം ഒരു മറ പോലെയായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് ശുദ്ധീകരണം വേണ്ട, എനിക്ക് ഈശോയുടെ അടുത്ത് തന്നെ പോകണം. ഞാൻ ഭൂമിയിൽ എന്തെങ്കിലും സഹനങ്ങൾ സ്വീകരിച്ചോളാം, ഇനി വന്നാൽ ഞാൻ കംപ്ലൈൻറ്റ് പറയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ നാൾ ജീവിച്ചിട്ട് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ആ ശുദ്ധീകരണം അവൾ കവർ ചെയ്തു ഈശോയുടെ അടുത്ത് പോയി തന്നെയാണ്. അതാണ് എനിക്ക് മനസ്സിലായത്. കാരണം കുറേ ദിവസം അവൾ അതിനുവേണ്ടി ഞാൻ ഈ ഭൂമിയിലെ സഹനം അവൾ പറയണത് ഇത് ഇത്തിരി കൂടി എളുപ്പമാണെന്ന് പറയണത്. ശുദ്ധീകരണത്തിന് അവൾ മറ്റുള്ള ഇത് കണ്ടപ്പോൾ അവൾ പറഞ്ഞു ഇതൊരിക്കലും എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് അവൾ ചെറിയ ചെറിയ സഹനങ്ങൾ ഈശോയ്ക്ക് എന്താ പറയുക സമർപ്പിച്ച് ജീവിച്ചാണ് ഇപ്പോൾ ഈശോയുടെ അടുത്ത് പോയിരിക്കുന്നത്. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ ഒരു വിശുദ്ധയുടെ മരണം എന്നാണ് ഇന്നിപ്പോൾ എല്ലാവരും തന്നെ പറയുന്നത്. ജോയ്സ് ചേച്ചി ഏറ്റവും അടുത്തറിയുന്നവർ പോലും പറയുന്നത് തന്നെയാണ്. അജനയ്ക്ക് ശേഷം ജീസസ് യൂത്തിൽ നിന്നൊരു വിശുദ്ധ ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ഈ ജീവിതത്തിൽ ഇപ്പോൾ ആദ്യം മുതൽ ജീവന് വില നന്നായി കൊടുത്തിരുന്നു. 5 മക്കൾ നിങ്ങൾക്കുണ്ട് സിസേറിയനിലൂടെ. ഇങ്ങനൊരു അസുഖം ആദ്യമായി ജീവിതത്തിലേക്ക് വന്നു എന്നറിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങൾ രണ്ടുപേരും അതിനെ പ്രതികരിച്ചത്? അതായത് ജോയ്സിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഓരോ സമയത്തും ഒരു തീരുമാനങ്ങൾക്ക് വേണ്ടി വചനെടുക്കും. വചനെടുത്തു കഴിഞ്ഞാൽ അതിന് കറക്റ്റ് ഉത്തരം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ അസുഖം വരുന്നതിന് മുന്നേ ജോയ്സിക്ക് വേദനകളുടെ ആരംഭമാണ് കിട്ടിയത്. അപ്പോൾ എന്നോട് പറഞ്ഞു വേദനകളുടെ ആരംഭമാണ് കിട്ടുന്നത്, എന്താണെന്ന് മനസ്സിലായില്ല. അങ്ങനെ ഒരു ഇതിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഒരു സമയത്ത് ഇതുപോലെ ബ്രസ്റ്റ് ഒരു ചെറിയ ഇത് കണ്ട് അത് കൊച്ചിന് പാലുകൂടി 2 മാസമായിട്ടുള്ളൂ. അവളെ പാലുകൂടി നിർത്തിയിട്ട് 2 മാസമായിട്ടുള്ളൂ. പക്ഷേ ഇത് കണ്ടപ്പോൾ അവൾ വിചാരിച്ചു മെഡിക്കൽ ലാൻഡാന്ന് വിചാരിച്ചു. ആ സമയത്ത് കൊറോണയായിരുന്നു, ഞാൻ അവിടെയായിരുന്നു. അപ്പോൾ എനിക്ക് വരാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല. പക്ഷേ എങ്കിലും എനിക്ക് അവിടെ ഞാനൊരു 6 മാസം ജോലിക്ക് പോയതാണ്. അത് കഴിഞ്ഞ് ഒരു 9 മാസം അത് എക്സ്റ്റെൻഡ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ കൊറോണ വന്നപ്പോൾ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഞാൻ തിരിച്ചു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ സമയത്ത് വേറൊരു കമ്പനി എന്നെ നെക്സ്റ്റ് ഡേ ജോയിൻ ചെയ്ത് അപ്പോൾ എൻ്റെ ഇത് തന്നു. അപ്പോൾ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ടും ഒരു കൺഫ്യൂഷനായിരുന്നു. പക്ഷെ കർത്താവ് എന്നോട് ഇങ്ങോട്ട് വരാനാണ് എനിക്ക് ശക്തമായിട്ട് തോന്നിയത്. അപ്പോൾ ഇവിടെ കൊറോണ കൂടുതൽ, അവിടെ കുറവ്. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചാൽ എന്ത് പറഞ്ഞില്ല, അത് കർത്താവ് പോകാനോ പറയണ എന്താണെന്നറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ പോന്നു. ഇവിടെ വന്ന് ഇത് കഴിഞ്ഞിട്ടാണ് ഡയഗ്നോസിസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു കൺഫർമേഷൻ ഉണ്ടായിരുന്നു എന്തോ ഒരു കർത്താവിൻ്റെ പ്ലാൻ ഉണ്ടെന്ന്. ഇത് ഡയഗ്നോസ് ചെയ്തപ്പോൾ ക്യാൻസറാണെന്ന് ഇത് ചെയ്തപ്പോൾ അതിന് മുന്നേ വചനം കിട്ടിയിട്ടുണ്ടായിരുന്നു ജോയ്സിക്ക് അറിയാം ഇതെന്തോ സംതിങ് ആണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് വേണമെങ്കിൽ എടുത്ത് കളഞ്ഞാൽ മതി, അല്ലെങ്കിൽ വേണ്ട കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ജോയ്സ് എന്തായാലും എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തതിന് ശേഷമാണ് ഡോക്ടറിന് കൺസീവ് ആണ് ഇത് എന്താ പറയുക ഡയഗ്നോസിസ് ചെയ്താൽ ക്യാൻസർ ആയിരിക്കും എന്ന് ആൾക്ക് ബോധ്യപ്പെട്ടു. നമുക്ക് മുന്നേ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മളത് അക്സെപ്റ്റ് ചെയ്തു. പിന്നെ കർത്താവ് ഒരു 4-5 വർഷത്തോളം ഇപ്പോൾ അതിൻ്റെ യാത്രയിലൂടെ നയിച്ചു. അതായത് ഈശോ പ്ലാൻ ചെയ്ത പോലെ നയിച്ചു. അവൾ അതിലൂടെ പോയി. ഇപ്പോൾ അവൾ ആ ഒരു സഹനം കഴിഞ്ഞപ്പോൾ ഈശ്വരുടെ അടുത്ത് എത്താറായിൻ്റെ അവൾ ഈശ്വരുടെ അടുത്ത് എത്തി. അത്രയുള്ളൂ എനിക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവളുടെ സമയമായിപ്പോൾ ഈശോ അവളെ കൊണ്ടുപോയി.
അതുവരെ അവൾ സഹിച്ചു പല ഇതിലൂടെയും. മക്കളെ എല്ലാവരെയും 5 മക്കളും ജനിച്ചു മുതൽ ജനിക്കുന്ന സമയത്ത് ഉദരത്തിലായിരിക്കുമ്പോൾ ബൈബിൾ മുഴുവനായിട്ടും വായിച്ച് മക്കൾക്ക് കൊടുത്തിട്ടുണ്ട്, എനിക്ക് അറിയാം. അതുകൂടാണ്ട് ഇഷ്ടംപോലെ ആൾ ബൈബിൾ വായിക്കാറുണ്ട്. അവസാനം അവളുടെ ഒരു ആഗ്രഹമായിരുന്നു, ഒരു 25 മേലെ പ്രാവശ്യം ബൈബിൾ വായിച്ചിട്ടുണ്ടായിരുന്നു. അവസാനത്തെ ആഗ്രഹമായിരുന്നു, എനിക്ക് എത്ര വയസ്സുണ്ടോ അത്രയും ആ വയസ്സിൻ്റെ അത്രയ്ക്കും ബൈബിൾ വായിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതെന്തായാലും സഹിച്ചിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ സ്വർഗത്തിൽ ഈശോ നടത്തട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ പറഞ്ഞ പോലെ തന്നെ ഈ ലൈഫിൽ ഇപ്പോൾ ഈ ഒരു അസുഖം വന്നതിന് ശേഷം അതിൽ 5 മക്കളുണ്ടാവണമെന്ന് തീരുമാനം, അതും സിസേറിയനിലൂടെയാണ് പോയത് 5 മക്കളുടെ എന്നത്. അങ്ങനെ അത്ര കൂടുതൽ കുട്ടികളുണ്ടാവണം അല്ലെങ്കിൽ പ്രോ ലൈഫിൻ്റെ ഒരു സാക്ഷ്യമാകണം എന്നുള്ളത് തീരുമാനം നിങ്ങൾ തമ്മിലെടുത്തത്? അത് നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ മക്കൾ ദൈവത്തിന് ദാനമാണ്. നമ്മൾ ഒരിക്കലും കർത്താവ് തരുന്ന ദാനത്തിന് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. അത് സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ ചെയ്യാൻ പാടില്ല. അത് കാരണം വെച്ചാൽ അത് ദൈവികമല്ല. ആ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. എനിക്കൊരു തീരുമാനമുണ്ട്, അത് അവൾക്കും തീരുമാനം ഉണ്ടായിരുന്നു. അപ്പോൾ ആ തീരുമാനത്തിൽ ഞങ്ങൾ പോയിരുന്നത്. അപ്പോൾ ഈശോ എത്ര മക്കളെ തന്നാലും നമ്മൾ സ്വീകരിക്കാൻ റെഡിയായിരുന്നു. പക്ഷേ കർത്താവ് 5 മക്കളല്ല, ഒരു 2 ആൾ സിസ്റ്ററിനോട് പോയിട്ടുണ്ട്, ആഭരണയിൽ പോയിട്ടുണ്ട്. ബാക്കി ഇപ്പം 5 ആളാണ് ഇപ്പോൾ ഉള്ളത്. ബാക്കി കർത്താവ് അതിനെ അനുഭവിച്ചിട്ടില്ല. അതിന് ശേഷമാണ് അവൾക്ക് ക്യാൻസർ വന്നത്. ഇപ്പോൾ ക്യാൻസർ വന്ന് പിന്നെ ഇതാവില്ലല്ലോ, മക്കളുണ്ടാവില്ല. അപ്പോൾ അവളുടെ ഇത് കർത്താവ് അനുഭവിച്ചത് 5 മക്കളാണ്. അപ്പോൾ അത് കർത്താവ് കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ മക്കൾ വളർന്ന് അവരെ തലമുറ ഇത് ചെയ്യാൻ വേണ്ടി അത് അവർക്കൊരു പ്രചോദനമാണ്. മക്കൾക്ക് അതിനുള്ളത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതെല്ലാം പിന്നെ ദൈവം വഴി നടത്തണം. അല്ല, നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നു, ദൈവം വഴി നടത്തണം. മക്കളെങ്ങനെയാണ് അമ്മയുടെ ഈ വിയോഗത്തെ ഇപ്പോൾ നോക്കിയത്? അവർ ഇപ്പോൾ ഒരു 4-5 വർഷത്തോളമായിട്ട് ഈ വേദനയോടെ കടന്നു പോകണം. അവർക്ക് പലപ്പോഴും ഇതിലും സീരിയസ് ആയിട്ട് മരിക്കും എന്നുള്ളൊരു ഘട്ടം വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു മരിച്ചു എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ പെട്ടെന്ന് അതിൽ നിന്ന് റിക്കവറായി വന്നു. അങ്ങനെ ഇപ്പോഴും ഞങ്ങൾ റിക്കവർ ആവും തന്നെയാണ് ഞങ്ങൾ വിചാരിച്ചായിരുന്നു. കാരണം അത്ര വലിയ ഇത് സീരിയസ് ആയിട്ട് നമ്മൾ ഇതില്ല. പക്ഷേ ഇപ്പോൾ കർത്താവിൻ്റെ സമയമായി, കർത്താവ് വിളിച്ചു പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ എല്ലാവരും പ്രിപ്പയർ ആയിരുന്നു. എല്ലാവർക്കും അറിയാം. ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, മക്കളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, മമ്മി ആ ഒരു സ്റ്റേജിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കർത്താവിൻ്റെ സമയമാകുമ്പോൾ മമ്മി പോവും. എല്ലാവരും ധൈര്യമായിരിക്കുക, മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ അവർ അക്സെപ്റ്റഡ് ആണ്. 2 ആൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ബാക്കി പല സ്ഥലത്തായിരുന്നു. അവർ വിളിച്ചു പറഞ്ഞപ്പോൾ അവർ വേദന കൊണ്ട് അവർ കരഞ്ഞു. പക്ഷേ അതൊരു എന്താ പറയുക, സ്നേഹത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു വേദനയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും മൈൻഡിൽ അവർ അക്സെപ്റ്റഡ് ആയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവരും രോഗത്തെ വളരെ സന്തോഷത്തോടെയാണ് ചേച്ചി ഏറ്റെടുത്തത്, സഹനത്തെ വളരെ പ്രത്യാശയോടെ ഏറ്റെടുത്തു. മക്കളെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കയുണ്ടായിരുന്നു? മക്കളെ വിളിച്ച് ആശങ്കയുണ്ട്. കാരണം വെച്ചാൽ ഈ ലോകത്തിലേക്ക് കടന്നു പോകുമ്പോൾ പല സാഹചര്യങ്ങളിലൂടെ പല ന്യൂസുകളും പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ടെൻഷൻ വെച്ച കാര്യമില്ല. അപ്പോൾ എല്ലാവരും കർത്താവിന് കൊടുക്കുക, ദൈവം വഴി നടത്തട്ടെ എന്നുള്ളൊരു തീരുമാനത്തിൽ നമ്മൾ എത്തിയിരുന്നു. അപ്പോൾ എല്ലാവരും ഞാനായാലും ചോദിച്ചിട്ട് നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. എല്ലാവരും കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കുക, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ദൈവം നോക്കട്ടെ. മനുഷ്യനൊന്നും സാധ്യമല്ല. ഞാനിന്ന് ജീവിക്കുമോ നാളെ മരിക്കുമോ അറിയില്ലല്ലോ. അത് എല്ലാവരും ഒരു ഇതാണ്. അപ്പോൾ അത് നമ്മൾ ദൈവത്തിൽ കൊടുക്കുക, ദൈവം അവർ വഴി നടത്തണം. അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക, ആത്മീയമായിട്ട് കൊടുക്കുക. ബാക്കി കർത്താവ് അവരെ വഴി നടത്തും. നമ്മൾ ഈശോയിലായിരുന്നു കഴിഞ്ഞാൽ ആ ഒരു ശാഖയിലൂടെ അവരും ഈശോയിലേക്ക് വരും. അതാണ് എൻ്റെ തീരുമാനം. ഞാൻ വിശുദ്ധ ബലി എല്ലാ ദിവസവും ഇപ്പോൾ അതൊരു 2013 ഒരു 10-12 വർഷത്തോളമായിട്ട് വിശുദ്ധ ബലി എവിടെയായിരുന്നാലും അർപ്പിക്കാറുണ്ട്. അതിന് സാഹചര്യം ദൈവം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അതെന്താണെന്ന് വെച്ചാൽ അത് മക്കളുടെ അതൊരു ബലമാണ്. പിന്നെ ബാക്കി നമ്മൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും അവർക്ക് കൊടുക്കേണ്ടത് ആത്മീയമായിട്ടുള്ള അവർക്ക് ഈ ഒരു സാക്ഷിയാണ് അവർക്ക് കൊടുക്കേണ്ടത്. ആ സാക്ഷി അവർ വന്നു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കർത്താവ് നോക്കുക. അതാണ് എൻ്റെ ഒരു പിന്നെ വേറെ നമ്മൾ ഭൗതികമായിട്ട് എന്ത് ചെയ്താലും അത് എന്താ പറയുക, അവർ ആത്മീയ തലത്തിലേക്ക് വരില്ല. അപ്പോൾ ആത്മീയ തലത്തിൽ ആവുന്നത് നമ്മൾ കൊടുക്കുക. അപ്പോൾ അവർ ആത്മീയ തലത്തിൽ വളർന്ന് ഈ ജീവിതത്തോട് പൊരുതി അവർ ജീവിക്കും. അത്ര ചേട്ടൻ്റെ വാക്കുകൾ ഇത്രയും കേട്ടപ്പോൾ തന്നെ പറഞ്ഞറിയിക്കാൻ അത് അത്രമാത്രം എന്താ പറയുക, ഒരു വിശ്വാസത്തിൻ്റെ വലിയൊരു പ്രഘോഷണം അല്ലെങ്കിൽ ആ ഒരു സാക്ഷി ഞങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇത്രമാത്രം വിശ്വാസത്തിൽ അടിയുറച്ച ഒരു വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്? അത് നിങ്ങൾ രണ്ടുപേരുടെയും മക്കളുടെയൊക്കെ എല്ലാവരും ഒരുമ ജീവിതത്തിലേക്ക് കടന്നു വരാൻ എങ്ങനെയാണ് സാധിച്ചത്? അതായത് നമ്മൾ ഈശോയിൽ ആശ്രയിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിശുദ്ധ ബലി അർപ്പിക്കുന്നു, ഈശോയെ ആശ്രയിക്കുന്നു, ഈശോയുടെ ഗീതം പോലെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് വിശ്വാസം വരും. എല്ലാം നമുക്ക് ഈശോ തരും. നമുക്ക് ആ ഒരു ബലം തരും, ശക്തി തരും. എന്ത് സാഹചര്യം നേരിടാനുള്ള
ചങ്കൂറ്റുണ്ടായിരിക്കും. ഇപ്പം എന്താ പറയുക, ഇപ്പോൾ ജോയ്സോടെ മരിച്ചു കിടക്കുന്നത് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ അതെന്ന് വെച്ചാൽ അത് ആത്മീയമായിട്ട് നമ്മളത് ഒരുങ്ങിയിട്ടുണ്ട് ഓൾറെഡി. അതുകൊണ്ട് ആണ് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അവൾ ഈശ്വരൻ്റെ അടുത്തേക്ക് പോയി എന്ന് എനിക്ക് കൺഫേമാണ്. പിന്നെ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അത്രേ ഉള്ളൂ. അത് ഇപ്പോൾ സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക. അവൾ മധ്യസ്ഥ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതുവരെ നമ്മൾ ജീവിച്ചേക്കാളും ഇനി വളരെ ഭംഗിയായിട്ട് ജീവിക്കാൻ ദൈവം അനുവദിക്കും. കാരണം വെച്ചാൽ അവൾ ഫുൾ ടൈം അവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്കുണ്ട്. പിന്നെ ബുദ്ധിമുട്ട് ഇപ്പം ഇനി അടുത്തൊരു സമയത്ത് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവും, ഉറപ്പാണ്. ഓക്കെ, താങ്ക് യു ചേട്ടാ. ഒരുപാട് നന്ദി.